അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനീ യഫ്ഖഹൂ ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഏവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് സൂറത്തുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു സൂറത്തുണ്ട്. അത് സൂറത്ത് 75-ാമത്തെ സൂറത്താണ്. അതിൽ 1, 2, 3, 4 എന്നീ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അല്ലാഹു പറയുന്നു, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവാമ. കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. ഐ യഹ്സബുൽ ഇൻസാനു അൻലൻ തജ്മഅൽ ഇളാമ. ഐ യഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അൻലൻ തജ്മഅൽ ഇളാമ, മനുഷ്യൻ്റെ എല്ലുകളെല്ലാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഞങ്ങൾ മണ്ണും അസ്ഥിശകലങ്ങളുമായി മാറിക്കഴിഞ്ഞാലും ഞങ്ങൾ ഉയർത്ത് എഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ ചോദ്യം. അല്ലാഹു പറയുന്നു, ഒരിക്കൽ മനുഷ്യ ശരീരത്തെ ശരിയായ വ്യവസ്ഥയിൽ സംവിധാനിച്ച അല്ലാഹുവിന് ചിന്നിച്ചിതറിയ അസ്ഥിശകലങ്ങളെ പുനഃസംയോജിപ്പിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. അല്ലാഹു പറയുകയാണ്, ബലാ ഖാദിരീന അലാ നുസവ്യ ബനാനഹു. അതെ, അവൻ്റെ വിരൽത്തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനല്ലേ അല്ലാഹു. കോടാനുകോടി മനുഷ്യരിൽ ഓരോരുത്തരുടെയും വിരൽത്തുമ്പുകൾ തികച്ചും വ്യത്യസ്തമാണ്. തിരിച്ചറിയാനുള്ളതും ഒരിക്കലും മാറിപ്പോകാത്ത ഒരു ഉപാധിയത്രേ മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻ്റ്, വിരൽ അടയാളം. വിരൽത്തുമ്പുകളുടെ വലിപ്പത്തിലുള്ള ആനുപാതിക വ്യത്യാസങ്ങൾ പോലും അത്യന്തം പ്രയോജനകരമാണ്. ഇതൊക്കെ അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ഉത്തമ ദർശനമാണ്. വീണ്ടും അല്ലാഹു സൂറത്തിൽ 36, 37, 38, സൂറത്ത് 36 ആയത്ത് 36 അല്ലാഹു പറയുന്നുണ്ട്, ഐ യഹ്സബൽ ഇൻസാനു അൻ യുദ്റക സുദ. യഹ്സബൽ ഇൻസാൻ, മനുഷ്യ നീ വിചാരിക്കുന്നുവോ, അൻ യുദ്റക സുദ, അവനെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് അല്ലാഹു ചോദിക്കുകയാണ്. 37-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, അലം യുക്ക നുത്ഫത്തിൻ മിൻ മനിയിൻ യുംന. മനുഷ്യൻ ഒരു ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ, സ്രവിക്കുന്ന ഒരു ശുക്ലത്തിൻ്റെ കണമായിരുന്നില്ലേ മനുഷ്യൻ. സുമ്മക്കാന അലക്കത്ത ഫഹലക്ക ഫസവ്വ. സുമ്മക്കാന അലക്കത്ത, പിന്നെ അല്ലാഹു രക്തപിണ്ഡമാക്കി, ഫഹലക്ക ഫസവ്വ, അല്ലാഹു അതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചു. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബീജത്തുള്ളിയെ രക്തപിണ്ഡമാക്കുകയും പിന്നെ അതിനെ മാംസപിണ്ഡമാക്കി, പിന്നീട് അതിനെ ആ മാംസപിണ്ഡത്തെ എല്ലുകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തി മാംസം കൊണ്ട് പൊതിഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്, 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫജഅല മിൻഹു സൗജൈനി ദക്കറ വ ഉൻസ. എന്നിട്ട് ആ മാംസപിണ്ഡത്തെ ആണും പെണ്ണുമായി 2 ഇണകളെ അല്ലാഹു ഉണ്ടാക്കുന്നു, ആണോ പെണ്ണോ ആയ ഇണകളെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അലൈസ ദാലിക ബിഖാദിരി അലാ അൻ യുഹ്യിൽ മൗത. അങ്ങനെയുള്ള അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തുണിയിൽ പറ്റിയാൽ കഴുകിക്കളയുന്ന, കേവലം കണ്ടാൽ വെറുപ്പുളവാക്കുന്ന ആ ഒരു തുള്ളി ബീജത്തുള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിൻ്റെ ഗർഭാശയത്തിൽ ശേഖരിക്കാനുള്ള സംവിധാനം കൊടുക്കുന്നു. എന്നിട്ട് ആ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കുന്നു. മാംസപിണ്ഡത്തെ എല്ലുകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തി അതിനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നു. ആണോ പെണ്ണായ ഇണകളെയാണ് അല്ലാഹു അതിൽ നിന്നും സംവിധാനിക്കുന്നത്. എന്നിട്ട് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും ആണോ പെണ്ണോ ആയ ആ പിഞ്ചോമന പുറത്തു വരുന്നു. പിഞ്ചോമന പുറത്തു വരുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിന് നുകരുവാൻ
മാതാവിൻ്റെ മാറിടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിന് നുകരുവാനുള്ള പാൽ ശേഖരിച്ചു കൊടുക്കുന്നു. മൃദവും ഏറ്റവും മൃദുവും ലളിതവുമായ പാല് അല്ലാഹു മാതാവിൻ്റെ മാറിടത്തിൽ ശേഖരിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ഉത്തമ ദർശനമാണ്. ഇത് സന്ദർഭോചിതമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യൻ്റെ ചെറുവിരൽ ഒന്നമർത്തിയാൽ ഈ ലോകം മുഴുക്കയും നശിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായ 21-ാം നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് ശാസ്ത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മാതാവിൻ്റെ മാറിടത്തിൽ നിന്നും വരുന്ന ഒരു തുള്ളി പാലുണ്ടാക്കുവാൻ ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? കഴിയുന്നതല്ല. അല്ലാഹുവിൻ്റെ കഴിവ് കൊണ്ടല്ലാതെ അത് സാധ്യമല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഹാലിക്കായ അല്ലാഹുവിനല്ലാതെ സാധ്യമല്ല. അതാണ് സൂറത്തിൽ ബക്കറയിൽ 186-ാമത്തെ ആയത്തിൽ അല്ലാഹുവിൻ്റെ നാഥൻ്റെ കഴിവിനെപ്പറ്റി, നാഥൻ ആരാണെന്നറിയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പറയുന്ന ഒരായത്തുണ്ട്. فإذا سألك عبادي عني وإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ, ഓ റസൂലേ, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയുക, വഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്തവനാണെന്ന് പറയുക നബിയെ. ഉജീബ് ദഅവത ഇദാ ദാനി, ചോദിക്കുന്നവർ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ. ഫലസ്തജീബൂലി, ഞാനാണ് അവർക്ക് ഉത്തരം കൊടുക്കേണ്ടത് പറയുക റസൂലേ. വൽ യുഅ്മിനൂ ബി, അതുകൊണ്ട് എൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ലഅല്ലഹും യുർഷദൂൻ, അവർ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതുപോലെ തന്നെ സൂറത്തുൽ ഖാഫ് അതിൽ 16-ാമത്തെ ആയത്തിൻ്റെ അവസാനം അല്ലാഹു പറയുന്നുണ്ട്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നബിയെ പറഞ്ഞു കൊടുക്കുക, ഞാൻ നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഉള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കുക റസൂലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ യാതൊരു മധ്യവൃത്തിയുടെയും ആവശ്യമില്ല എന്ന് അല്ലാഹു നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടതില്ല എന്ന് അല്ലാഹുവിൻ്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അല്ലാഹു പറയുന്നു, ഈ ആഹ്വാനം സ്വീകരിക്കുക, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഈ ആയത്ത് നമ്മൾ വളരെ ചിന്തനീയമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ആരാധനകളും നമ്മുടെ സഹായത്തേട്ടവും നമ്മുടെ നേർച്ച വഴിപാടുകളുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന ആ തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാം അല്ലാഹുവിൽ അർപ്പിക്കുക. അങ്ങനെ മുത്തഖീങ്ങളിൽ മുഅഖിദുകളിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. യാ അല്ലാഹ്, അവരുടെ ഖബറുകളെ നീ നിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മണ്ണറയാകുന്ന ഖബറുകളെ നീ മണിയറയാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, നാളെ മഹിഷറയിൽ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളും ഒത്ത് സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ കടക്കുവാൻ ഞങ്ങൾക്ക് നീ ഇടയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ രോഗികളാക്കല്ലേ അല്ലാഹുവേ, രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. രോഗം വയ്ക്കുന്നവൻ നീയാണ് നാഥ, രോഗം തിരിച്ചെടുക്കാൻ കഴിവുള്ളവന് നീയാണ് നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, എല്ലാം നിന്നിലേക്ക് അർപ്പിക്കുകയാണ് നാഥ. സർവശക്തനായ നാഥ, ഈ ദുആയെ സ്വീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ.
آمين آمين يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ما خلقت هذا باطلا سبحانك وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.